തോറ്റുപോയോ? പരാജയപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ വാ, നമുക്കൊരു കഥ പറയാം. ചെറുപ്പം മുതൽ തന്നെ അച്ഛനോട് അവൾക്കത്ര അടുപ്പമുണ്ടായിരുന്നില്ല. 25-ാം വയസ്സിൽ അമ്മയുടെ തീർത്തും അപ്രതീക്ഷിതമായ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് കരകയറുന്ന കാലത്താണ് പ്രണയിച്ച് അവൾ വിവാഹിതയാകുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെ കാലെടുത്ത് വെച്ച വിവാഹമാണെങ്കിലും ദാമ്പത്യത്തിൻ്റെ തുടക്കനാളുകളിൽ തന്നെ ഭർത്താവിൽ നിന്ന് കടുത്ത പീഡനങ്ങളാണ് അവൾ കേൾക്കേണ്ടി വരുന്നത്. 13 മാസക്കാലം മാത്രം നീണ്ടു നിന്ന ആ ദാമ്പത്യത്തിനൊടുവിൽ അയാൾ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ 1993 പറക്കമുറ്റാത്ത തൻ്റെ കൈക്കുഞ്ഞിനെയും എടുത്ത് അവൾ ബ്രിട്ടനിലേക്ക്, തൻ്റെ നാട്ടിലേക്ക് വണ്ടി കയറുകയാണ്. പറയത്തക്ക വരുമാനങ്ങളൊന്നുമില്ലാതിരുന്ന ആ നാളുകളിൽ ഗവൺമെൻറ് ദരിദ്രർക്ക് നൽകുന്ന വെൽഫെയർ സ്കീം വഴി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ടായിരുന്നു അവളും തൻ്റെ കൈക്കുഞ്ഞും അല്ലലില്ലാതെ 3 നേരം ആഹാരം കഴിച്ചത്. കൊടിയ ദാരിദ്ര്യത്തിലും ഒറ്റപ്പെടലിലും കഴിഞ്ഞ ആ നാളുകളിലും അവൾ തൻ്റെ എഴുത്ത് തുടർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞിനെ പ്രാമിൽ കിടത്തി ഏതെങ്കിലുമൊക്കെ കഫേകളിലിരുന്ന് പകൽ മുഴുവൻ അവൾ കുത്തിക്കുറിക്കും. കണ്ണു നിറയുമ്പോഴെല്ലാം അവൾ പേന എടുത്തു. അക്കാലത്ത് തന്നെ ബാധിച്ച വിഷാദരോഗത്തിൽ നിന്നും സൂയിസൈഡൽ തോട്ട്സിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉപാധിയായിരുന്നു അവൾക്കെഴുത്ത്. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട തീർത്തും ജോബ്ലെസ്സായ വിഷാദരോഗിയായൊരു സ്ത്രീ, ആധുനിക ബ്രിട്ടനിലെ ദരിദ്രരിൽ ദരിദ്രയായൊരുവൾ. അക്കാലത്ത് സമൂഹത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾ പ്രകാരവും തികഞ്ഞൊരു തോൽവിയായിരുന്നു ഞാൻ. തൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പിന്നീട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു പ്രസംഗത്തിൽ JK റൗളിംഗ് എന്ന എഴുത്തുകാരി ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ അടുത്ത 2 വർഷം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ 1995 അവൾ തൻ്റെ പുസ്തകം ഹാരി പോട്ടർ ആൻഡ് ദ ഫിലോസഫേഴ്സ് സ്റ്റോൺ എഴുതി പൂർത്തീകരിക്കുന്നു. എന്നാൽ വലിയ പ്രതീക്ഷകളോടെ തൻ്റെ പുസ്തകം പബ്ലിഷേഴ്സിന് അയക്കുന്ന അവൾക്ക് അവിടെയും നേരിടേണ്ടി വരുന്നത് കടുത്ത തിരിച്ചടികളാണ്. 12ഓളം പ്രസാധകർക്ക് മാറി മാറി അയക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം ആ പുസ്തകം പ്രസാധകയോഗ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നു. വീണ്ടും 1 വർഷത്തോളം നീണ്ടുനിന്ന അലച്ചിൽ. അങ്ങനെയിരിക്കെ ഇംഗ്ലണ്ടിലെ ചെറിയൊരു സ്ഥാപനമായിട്ടുള്ള ബ്ലൂംസ്ബറി ആ പുസ്തകം പബ്ലിഷ് ചെയ്യാമെന്ന് ഏൽക്കുന്നു. ആദ്യം റിജക്റ്റ് ചെയ്തെങ്കിലും CEO-യുടെ 8 വയസ്സുകാരിയായ മകൾക്ക് ആ പുസ്തകത്തോട് തോന്നിയ ഇഷ്ടമായിരുന്നു അവരെ റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതൊരു ചരിത്രത്തിൻ്റെ, പിന്നീട് ആർക്കും ഭേദിക്കാനാവാത്ത ലോക റെക്കോർഡുകളുടെ തുടക്കമായിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബുക്ക് സീരീസാണ് ഹാരി പോട്ടർ. ലോകമെമ്പാടുമായി ഹാരി പോട്ടർ സീരീസുകളുടെ 600 മില്യൺ കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത്. ഇന്ന് ലോകത്തെ ഏറ്റവും ധനികയായ എഴുത്തുകാരിയാണ് JK റൗളിംഗ്. 2025 കണക്കുകൾ പ്രകാരം 8,000 കോടിക്ക് മുകളിലാണ് അവരുടെ ആസ്തി. നോക്കൂ, തീർത്തും തനിച്ചായിപ്പോയ ദരിദ്രയായ വിഷാദരോഗിയായൊരു സിംഗിൾ മദറിൽ നിന്ന് ലോകത്തെ ഏറ്റവും ധനികയായ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയായി അവർ മാറി. പിന്നീട് മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ വിവാഹം കഴിച്ചു. ഇന്നും സന്തോഷമായി ജീവിക്കുന്നു. റൗളിങ്ങിൻ്റെ സക്സസ് അതൊരു രാത്രി കൊണ്ടുണ്ടായതല്ല. നിരന്തരമായ തിരസ്കാരങ്ങൾ, മാറ്റി നിർത്തപ്പെടലുകൾ, പരാജയങ്ങൾ അവരനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. തൻ്റെ സ്വപ്നത്തിൽ അവരുറച്ചു വിശ്വസിച്ചു. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും വിജയിക്കാനുള്ള വാതിലുകൾ അവർ മാറി മാറി മുട്ടിക്കൊണ്ടിരുന്നു. ഇത് റൗളിങ്ങിൻ്റെ മാത്രം കഥയല്ല. വിജയിച്ച ഓരോ മനുഷ്യർക്കും ഹാർഡ് വർക്കിൻ്റെ, സഫറിങ്സിൻ്റെ, പരാജയങ്ങളുടെ ഇത്തരം 100 കഥകൾ പറയാനുണ്ടാകും. സോ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ, ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ആ യാത്രയിൽ പലതവണ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, തിരസ്കാരങ്ങൾ ഉണ്ടായേക്കാം. ബട്ട് ഡോണ്ട് ലെറ്റ് ദാറ്റ് സ്റ്റോപ്പ് യു. യു മേ ബി ഗോയിങ് ത്രൂ ദ ടഫസ്റ്റ് ടൈംസ് ഓഫ് യുവർ ലൈഫ്, ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. വർക്ക് ഹാർഡ് ആൻഡ് ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. ഇന്നൊരു പക്ഷേ നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടാകും. പക്ഷേ ഓരോ തോൽവിയും, ഓരോ പരാജയങ്ങളും വിജയത്തിലേക്ക് നിങ്ങളെ കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന ചവിട്ടുപടികളാണ്. അങ്ങനെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കുതിച്ചു മുന്നേറാനുള്ള സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ വിജയിക്കാതെ, നിങ്ങളെ കളിയാക്കിയവരുടെയും മാറ്റി നിർത്തിയവരുടെയും മുന്നിൽ നിങ്ങൾ തല ഉയർത്തി നടക്കാതെ ഈ ലോകം അവസാനിക്കുകയില്ല. ഓൾ ദി ബെസ്റ്റ്. ബൈ.